ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഹിന്ദി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയുടെ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സിനിമയുടെ പേര് സെക്ടർ 36 എന്നാണ്. 2024 ഈ മൂവി റിലീസായത്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കണ്ടിട്ട് ഇത്രയും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയത് കേട്ടോ. സാധാരണ ഇൻവെസ്റ്റിഗേഷൻ മൂവികളിലൊക്കെ ക്ലൈമാക്സിലായിരിക്കും ആരാണ് വില്ലൻ അല്ലെങ്കിൽ ആരാണ് സൈക്കോ എന്നൊക്കെ കാണിക്കുക അല്ലേ. പക്ഷെ ഈ മൂവിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വില്ലൻ ആരാണെന്ന് കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഒരുപാട് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് ഈ മൂവിയിൽ ഉടനീളമുണ്ട്. അതുകൊണ്ട് ലോല ഹൃദയർക്ക് ഞാൻ ഈ മൂവി ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ ഈ മൂവിയെ കൂടുതൽ ഡിസ്റ്റർബിംഗ് ആക്കുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിക്കും ഡൽഹിയിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് ഇറക്കിയ മൂവിയാണ്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് മൂവിയിലോട്ട് പോകാം. അതിനു മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ മൂവി സെക്ടർ 36. 2005 കാലഘട്ടത്താണ് സിനിമ തുടങ്ങുന്നത്. സിനിമ തുടങ്ങുമ്പോൾ കഥയിലെ നായകൻ ഒരു റിയാലിറ്റി ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷോയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കറക്റ്റായിട്ടുള്ള ഉത്തരം ഇയാൾക്കറിയാം. അവൻ ആ പരിപാടിയിലോട്ടൊന്ന് പോകണം, അവിടെ പോയിട്ട് ഫസ്റ്റ് പ്രൈസ് അടിക്കണം, അതാണ് അവൻ്റെ ആഗ്രഹം. അങ്ങനെ ആ റിയാലിറ്റി ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു ഫോൺ കോൾ അവന് വരുവാണ്. അതെടുത്തിട്ട് അവൻ സംസാരിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ള പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് കിച്ചണിലോട്ട് പോയിട്ട് അവിടെയുള്ള ഫുഡ് വേസ്റ്റ് എല്ലാം ഒരു കവറിലാക്കി പാത്രമെല്ലാം വാഷ് ചെയ്ത് വൃത്തിയായിട്ട് വെക്കുകയാണ്. അങ്ങനെ ഫോണിൽ സംസാരിച്ച് വീടിന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു സ്റ്റെയർ കേസിലൂടെ നടന്ന് മുകളിലത്തെ റൂമിലോട്ട് പോവുകയാണ്. അവിടെയുള്ള ഒരു റേഡിയോ ഓൺ ആക്കിയിട്ട് അതിൽ നിന്നും ഏതോ ഒരു പഴയ ഹിന്ദി സോങ് ആണ് കേൾക്കുന്നത്. അതും കേട്ടിട്ട് അവിടെയുള്ള ഒരു ഷെൽഫ് തുറന്ന് അതിൽ നിന്നും 2-3 മൂർച്ചയുള്ള കത്തി പുറത്തോട്ടെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പുറത്തുള്ള ടോയ്ലറ്റിലോട്ട് പോവുകയാണ്. ടോയ്ലറ്റിലെ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുടെ ബോഡി ഇരിക്കുന്നത് കാണാം. അയാൾ ആ പെൺകുട്ടിയുടെ അടുത്തോട്ട് പോയിട്ട് അവളുടെ കാലിലെ ചെരുപ്പ് അഴിച്ചിട്ട് ആ മൂർച്ചയുള്ള കത്തിയെടുത്ത് ആ പെൺകുട്ടിയുടെ കാലിങ്ങനെ വെട്ടി 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 മുറിക്കുകയാണ്. അങ്ങനെ വെട്ടി വെട്ടി മുറിക്കുമ്പോൾ അതിൽ നിന്ന് ചോര ഒഴുകിയിട്ട് അടുത്തുള്ള ക്ലോസറ്റിലോട്ട് ഒഴുകി പോവുകയാണ്. അപ്പോഴാണ് സിനിമയുടെ ടൈറ്റിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നത്, സെക്ടർ 36. അടുത്ത ദിവസം അവിടെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ തന്റെ മകളെ കാണാനില്ല എന്ന പരാതി നൽകാനായിട്ട് ഒരാൾ അവിടെയുള്ള സബ് ഇൻസ്പെക്ടറെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടറിന്റെ പേരാണ് രാംചരൺ പാണ്ഡെ. ഇയാൾ ഒരു കൈക്കൂലിക്കാരനാണ്. പൈസ കൊടുത്താൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. അങ്ങനെ ആ കുട്ടിയുടെ അച്ഛൻ തന്റെ മകളെ കാണാനില്ല, അവളെ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് തരണം, ഇന്ന് അവളുടെ 15ാം പിറന്നാളാണ്, എനിക്ക് അവളല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുകയാണ്. പാണ്ഡ അയാളെ പുറത്തുള്ള നോട്ടീസ് ബോർഡിൽ മിസ്സിംഗ് ആയിട്ടുള്ള നോട്ടീസ് അവിടെ പിൻ ചെയ്ത് വെച്ചോ, ഞങ്ങൾ പിന്നീട് കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് ആ നോട്ടീസിനടുത്തോട്ട് പോവുകയാണ്. അവിടെ ഒരുപാട് കുട്ടികൾ മിസ്സായതിന്റെ നോട്ടീസ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണാം. പക്ഷെ അവരെയൊന്നും കണ്ടുപിടിക്കാൻ ഇതുവരെ പോലീസിനായിട്ടില്ല. തൊട്ടടുത്ത ദിവസം അവിടെയുള്ള ഒരു ചേരിയിലെ പിള്ളേരെല്ലാരും കൂടി ചേർന്നിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ ബോൾ ഒരു വേസ്റ്റ് കനാലിൽ പോയി വീഴുന്നു. അതെടുക്കാനായിട്ട് ഒരു പയ്യൻ അവിടെ ചെന്നിട്ട് കൈയിട്ട് നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ കൈയുടെ കഷ്ണം കിടക്കുന്നത് കാണുകയാണ്. അവർ ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുന്നു. പോലീസ് അവിടേക്ക് വന്നിട്ട് ആ കൈ പരിശോധിച്ച് നോക്കുമ്പോൾ അത് വലിയ പ്രായമാകാത്ത ഒരാളുടെ കൈയാണെന്ന് മനസ്സിലായി. അതായത് ആ മിസ്സിംഗ് ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു കുട്ടിയുടെ കൈ ആയിരിക്കാം ഇത് എന്ന് അവർ സംശയിച്ചു. പാണ്ഡെ ഓഫീസർ അവിടെ വന്നിട്ട് ആ കനാലിന് ചുറ്റും നോക്കുമ്പോൾ അവിടെ കുറെ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാണുകയാണ്. ഇത് ആ കാണുന്ന ബിൽഡിങ്ങിൽ നിന്നും ഇടുന്നതാണ് സാറേ എന്ന് നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. ഈ കൈ ആദ്യം കണ്ട ആ പയ്യനെ വിളിച്ചിട്ട് അവന്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കുകയാണ്. നിനക്ക് നല്ല ധൈര്യമുണ്ട്, ഇവനെ കണ്ട് എല്ലാവരും പഠിക്കണമെന്ന് പാണ്ഡെ എല്ലാവരോടും പറഞ്ഞു. പക്ഷേ ഇതെല്ലാം ദൂരെ ആ ബിൽഡിങ്ങിൽ നിന്നും നമ്മുടെ സൈക്കോ നായകൻ കാണുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ആ പയ്യന്റെ വീട്ടില് മുട്ട വാങ്ങാനായിട്ട് പൈസ കൊടുത്ത് അവനെ കടയിലോട്ട് പറഞ്ഞു വിടുന്നു. അവൻ ആ ഇരുട്ടു പിടിച്ച വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ വഴിയില് സൈക്കോ നായകൻ ഒരു പുതപ്പും പുതച്ച് ഇരിക്കുന്നത് അവൻ കണ്ടു. അവന്റെ കയ്യില് ചോക്ലേറ്റ് മിഠായി കണ്ടപ്പോ ആ പയ്യൻ അത് വാങ്ങാനായിട്ട് അവന്റെ അടുത്തോട്ട് പോയി. അത് വാങ്ങി തിരിച്ചു നടന്ന ആ പയ്യനെ സൈക്കോ നായകൻ തട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ആ പയ്യനെ ബാസി ബിൽഡിംഗ്, അതായത് നേരത്തെ ആ പറഞ്ഞ ബിൽഡിങ്ങിനുള്ളിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഒരു കട്ടിലിൽ കെട്ടിയിടുന്നു. അവിടെ വെച്ച് അവൻ ആ പയ്യനെ ഉപദ്രവിക്കാൻ നോക്കുകയാണ്. തന്റെ അച്ഛന്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്, ഇതെങ്ങാനും അറിഞ്ഞാൽ നിന്നെ എന്റെ അച്ഛൻ വെടിവെച്ച് കൊല്ലുമെന്ന് ആ പയ്യൻ പറഞ്ഞു. കുറച്ചു നേരം ഞാൻ നിന്റെ കൂടെ കളിച്ചിട്ട് പിന്നെ ഞാൻ നിന്നെ ഉറക്കും എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലുള്ള ആ കെട്ടഴിച്ച് കൊടുക്കുകയാണ്. ഈ അവസരം നോക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച ആ പയ്യനെ അവൻ പിടിച്ച് ഒരു ഭിത്തിയിൽ കൊണ്ടിടിക്കുകയാണ്. തലയിൽ ശക്തമായിട്ട് ഇടികൊണ്ട ആ പയ്യൻ അവിടെ തന്നെ മരിക്കുന്നു. അന്ന് രാത്രി തന്നെ ആ പയ്യനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ കുറച്ച് മാംസം അവൻ കറി വെച്ച് തിന്നുകയാണ്. അവന്റെ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ ഒരു മെഡിക്കൽ കമ്പൗണ്ടറിനെ വിളിച്ചിട്ട് അത് പൈസയ്ക്ക് വിൽക്കുന്നു. മറ്റ് ശരീരഭാഗങ്ങളെല്ലാം ഒരു കവറിലാക്കിയിട്ട് അവിടെയുള്ള ഗട്ടറിലും പിന്നെ അതേപോലെയുള്ള അവിടെയുള്ള വേസ്റ്റ് കനാലിലൊക്കെ കൊണ്ട് കളയുകയാണ്. പിറ്റേ ദിവസം ഹരിയാനയിൽ നമ്മുടെ സൈക്കോ നായകന്റെ ബോസിന്റെ വീട്ടിൽ അയാളുടെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്.
ആ പാർട്ടിക്കിടയിൽ അയാൾക്കൊരു ഫോൺ കോൾ വരികയാണ്. നാളെ ഞാൻ ഡൽഹിയിലോട്ട് വരുന്നുണ്ട്, ജുംകി എന്ന പേരുള്ള ഒരു കോൾ ഗേൾ ഉണ്ട്, അവളോട് വൈകിട്ട് വീട്ടിലോട്ട് വരാൻ റെഡിയായി നിൽക്കാനായിട്ട് അയാൾ ഫോണിലൂടെ പറയുകയാണ്. അവിടെ ഒരു ഉത്സവമുണ്ട്, ആ ഉത്സവം കാണുവാനായിട്ട് ജുംകിയും ജുംകിയുടെ കൂടെയുള്ള മറ്റുള്ളവരും അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ആ ഉത്സവത്തിനിടയിൽ ജുംകിക്ക് ഒരു ഫോൺ കോൾ വരുവാണ്. അങ്ങനെ അവളെ ഫോണിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മാറുകയാണ്. ഈ സമയം നമ്മുടെ ചരൺ പാണ്ഡ്യയും കുടുംബവും ആ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ്. പാണ്ഡ്യ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്, ഒരു മുനിയായിട്ടാണ് അഭിനയിക്കുന്നത്. അങ്ങനെ ആ നാടകം നടക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ നായകൻ, അതായത് നമ്മുടെ സൈക്കോ നായകൻ അങ്ങോട്ട് വരികയാണ്. താഴെ കിടന്നിരുന്ന രാവണന്റെ മുഖം മൂടി അയാൾ എടുത്തിട്ട് മുഖത്തിടുകയാണ്. ഇതിനിടയിൽ ചരൺ പാണ്ഡെ ഡ്രസ്സിംഗ് റൂമിൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജുംകിയുടെ അച്ഛനാണെന്ന പേരിൽ ഒരാൾ അങ്ങോട്ട് വരികയാണ്. എന്റെ കുട്ടിയെ അവളുടെ മുതലാളി കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്, അവളെ കണ്ടുപിടിച്ചറിയണമെന്ന് പാണ്ഡ്യയോട് അയാൾ പറയുന്നു. അത് നിങ്ങൾ അവളുടെ മുതലാളിയുടെ അടുത്ത് പോയിട്ട് പറയണം, വെറുതെ എന്തിനാണ് ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത് എന്ന് പാണ്ഡെ അയാളോട് പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യം വന്ന അയാൾ, നിങ്ങളുടെ മകൾക്കും ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേ നിങ്ങൾ പഠിക്കൂ എന്ന് പറയുകയാണ്. ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല, നിന്റെ കുട്ടിയെ സംരക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ്, എന്നിട്ട് ഇപ്പൊ പോലീസിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല, പാണ്ഡെ അയാളോട് പറഞ്ഞു. നാടകം കഴിഞ്ഞു വന്ന പാണ്ഡെ അയാളുടെ ഭാര്യയോട് മകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ മൂത്രമൊഴിക്കാനായിട്ട് പോയിരിക്കുകയാണെന്ന് പറയുകയാണ്. ആരുടെ കൂടെ പോയിരിക്കുന്നത് ചോദിച്ചപ്പോൾ അവൾ ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നതെന്നാണ് ഭാര്യ പറയുന്നത്. ഇതിനിടയിൽ ആ പെൺകുട്ടിയെ സൈക്കോ തട്ടിക്കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. പുറത്ത് ഒരു ആംബുലൻസിലെ നമ്മുടെ മെഡിക്കൽ കമ്പൗണ്ടർ ഉണ്ട് അയാളെ സഹായിക്കാനായിട്ട്. സൈക്കോ ആ കുട്ടിയെ എടുത്ത് ആംബുലൻസിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും പാണ്ഡെ ദൂരെ നിന്നും ഓടി വരുന്നു. ഇത് കണ്ട സൈക്കോ ആ കുട്ടിയെ അവിടെയിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പാണ്ഡെ വേഗം വന്നിട്ട് ആ കുട്ടീനെ എടുത്തിട്ട് അവിടെയുള്ള ആംബുലൻസിനെ വിളിച്ചിട്ട് വേഗം തന്നെ കുട്ടിയെ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടെത്തിക്കാനായിട്ട് കൂടെയുള്ള ഓഫീസറിനോട് പറയുകയാണ്. അങ്ങനെ പാണ്ഡെ വേഗം സൈക്കോയെ പിടിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ പിന്നാലെ ഓടുകയാണ്. സൈക്കോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് കരുതിയിട്ട് വഴിയിലെ വണ്ടികളെല്ലാം തള്ളി മറിച്ചിട്ടാണ് ഓടുന്നത്. കുറച്ചു ദൂരം ഓടിയിട്ട് പാണ്ഡെ അവനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും സൈക്കോ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുവാണ്. അങ്ങനെ സൈക്കോ അവന്റെ റൂമിലോട്ട് എത്തിയിട്ട് ആ വീടിന്റെ മുകളിലത്തെ റൂമിലോട്ട് പോവുകയാണ്. അവിടെ ഒരു അലമാര തുറന്നിട്ട് അവിടെ വെച്ചിരുന്ന CD കാസറ്റുകളൊക്കെ എടുത്ത് ഒരാളോട് ഫോണിൽ, ഞാൻ കുറച്ച് കാസറ്റുകൾ നിനക്ക് അയച്ചു തരാം, അത് സൂക്ഷിച്ചു വെക്കണമെന്ന് ഫോണിലൂടെ പറയുകയാണ്. ഈ സമയം പാണ്ഡെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ മകൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലാവുകയാണ്. നമ്മുടെ മകളെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ആരാണ് ശ്രമിച്ചത്? നിങ്ങളൊരു സബ് ഇൻസ്പെക്ടർ ആയിട്ടും നമ്മുടെ മകളെ ആർക്കാണ് തട്ടിക്കൊണ്ടുപോകാൻ ഇത്രയും ധൈര്യം ഉണ്ടായത്? ഇത്രയും നേരം അവനെ പിടിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? അവനെ പിടിച്ചിട്ട് നീ ഇനി എന്റെ മുന്നിൽ വന്നാൽ മതിയെന്ന് പാണ്ഡ്യയുടെ ഭാര്യ അയാളോട് പറയുകയാണ്. ഇത് കേട്ട് മകളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതിന്റെ ഭയത്തിലും സങ്കടത്തിലും അയാൾ ഹോസ്പിറ്റൽ റൂമിന് പുറത്തു വന്നിട്ട് ഇരുന്നിട്ട് കരയുകയാണ്. ആ സൈക്കോയെ വേഗം പിടിക്കണമെന്ന വാശിയിൽ പാണ്ഡെ ബൈക്കെടുത്ത് ജുംകിയുടെ അച്ഛന്റെ അടുത്തോട്ട് പോവുകയാണ്. നാളെ പോലീസ് സ്റ്റേഷനിൽ വരാനായിട്ട് അയാളോട് പറഞ്ഞു. പിറ്റേ ദിവസം പാണ്ഡെ പറഞ്ഞതുപോലെ അയാൾ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അവിടെ വെച്ച് പാണ്ഡെ ഒരു FIR ഇടുകയാണ്. അങ്ങനെ പാണ്ഡേജി ബാസി ഹൗസിലോട്ട് പോയിട്ട് അവിടെയുള്ള ബാസി മുതലാളിയെ പോയി കാണുകയാണ്. ബാസി സാർ, ഹരിശുദ്ധൻ ജോഷ് എന്ന് പറയുന്ന ഒരാള് അയാളുടെ മകളെ കാണാനില്ല എന്ന പേരിൽ താങ്കൾക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ ആ മൊട്ടത്തലനായ മുതലാളി പാണ്ഡ്യയോട് ഒന്ന് നിർത്താൻ പറയുകയാണ്. ടിവിയിൽ കാണിക്കുന്ന ഈ പോലീസുകാരനെ നിനക്കറിയാമോ എന്ന് പാണ്ഡ്യയോട് ചോദിച്ചു. അതെന്റെ ബോസ് ആണെന്ന് പാണ്ഡെ മറുപടി പറഞ്ഞു. നിന്റെ ബോസും ഞാനും പണ്ട് കോളേജിൽ ഒന്നിച്ചാണ് പഠിച്ചത്, മാത്രമല്ല ഹോം മിനിസ്റ്ററിന്റെ മകനും ഞങ്ങളുടെ ബാച്ച് തന്നെയായിരുന്നു. നോക്കൂ പാണ്ഡേജി, എന്റെ ജോലിക്കാരൻ ജോഷിന്റെ അടുത്ത് എല്ലാം പറഞ്ഞതാണല്ലോ. അന്ന് അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല, അവൾ മിസ്സിംഗ് ആണെന്ന് ഞാനും കേട്ടായിരുന്നു. എനിക്ക് നിങ്ങളെ സഹായിക്കാനാകില്ല. ബിസിനസ് ആവശ്യമായി ഞാൻ നാട്ടിലോട്ട് വന്നതാണ്. 2-3 ദിവസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും. എനിക്ക് ഹെവി എർത്ത് മൂവിംഗ് എക്യുപ്മെന്റ്സിന്റെ ബിസിനസ്സും അതിനിടയിൽ അല്ലറ ചില്ലറ ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് മൈൻസിന്റെ ബിസിനസ്സും ഉണ്ടെന്ന് ആ മൊട്ടത്തലയൻ പാണ്ഡ്യജിയോട് പറഞ്ഞു. ഈ സമയം അങ്ങോട്ടേക്ക് ഹരിശുദ്ധൻ ജോഷ്, അതായത് ജുംകിയുടെ അച്ഛൻ വന്നിട്ട്, ഇവനാണ് എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്, ഇയാൾക്കെല്ലാം അറിയാം, ഇയാളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് പാണ്ഡ്യയോട് പറയുകയാണ്. ഇത് കേട്ട ബാസി മുതലാളി ദേഷ്യം കൊണ്ട് അയാളോട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാനായിട്ട് പറഞ്ഞു. ഞാൻ അവളെ റേപ്പ് ചെയ്തിട്ടൊന്നുമില്ല, പണത്തിന് വേണ്ടി അവൾ എന്തും ചെയ്യും. നിന്റെ മകൾ ഇവിടെ സെക്രട്ടറി ജോബ് ചെയ്യുന്നു എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? പാണ്ഡെ ജോഷിനോട് ചോദിച്ചു. സെക്രട്ടറി ജോബോ? അവൾ ഒരു കോൾ ഗേളാണ് സാർ. ഇയാൾ അവളുടെ മാമ ജോലി നോക്കുന്ന ആളാണ്, അച്ഛനൊന്നുമല്ല, ബാസി പറഞ്ഞു. ഇത് കേട്ട പാണ്ഡെ അയാളെ ദേഷ്യം കൊണ്ട് തല്ലുകയാണ്. നീ എന്തിനാണ് കള്ളം പറഞ്ഞത്? നിന്റെ പേരിലാണ് ആദ്യം FIR ഇടേണ്ടത്. നോക്ക്, നിന്റെ പെണ്ണിനെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരാം, പക്ഷെ നിന്നെ ഇനി എന്റെ കൺമുന്നിൽ കാണാൻ പാടില്ല. ജോഷിനെ പാണ്ഡെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ബാസി ഫോൺ എടുത്ത് അയാളുടെ പൊളിറ്റിക്കൽ ഹോൾഡൊക്കെ ഉപയോഗിച്ച് സുപ്പീരിയർ ഓഫീസേഴ്സിനെ വിളിച്ചിട്ട്, അതെ, പാണ്ഡെ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ എനിക്ക് സമാധാനം തരുന്നില്ല, നിങ്ങളും അയാൾക്ക് കൂട്ടു നിൽക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ തന്നെ അവനോട് സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഫോണ് പാണ്ഡെജിക്ക് കൊടുക്കുന്നു. പാണ്ഡ്യയോട് വേഗം തന്നെ ഇൻവെസ്റ്റിഗേഷൻ നിർത്തിയിട്ട് സ്റ്റേഷനിലോട്ട് വരാനായിട്ട് അവർ പറഞ്ഞു. പാണ്ഡെ വേഗം അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലോട്ട് പോയി. അവിടെ വെച്ച് അയാളോട് അവരുടെ സീനിയർ ഓഫീസർ, നിങ്ങൾ എന്തിനാണ് ബാസിയുടെ വീട്ടിലോട്ട് പോയത്? നിങ്ങൾക്ക് വേറെ ഡ്യൂട്ടിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്.
സാർ അത് പിന്നെ ജുംകി എന്നൊരു പെൺകുട്ടിയുടെ മിസ്സിംഗ് അന്വേഷിച്ചു പോയതാണ് എന്ന് പാണ്ഡെ പറഞ്ഞു. വിഹാൻ എന്ന് പറയുന്ന ഒരു കുട്ടി മിസ്സിംഗ് ആണ്. ആ കുട്ടിയുടെ കുടുംബം വലിയൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുടുംബമാണ്. ഈ കേസ് അന്വേഷിച്ചാൽ നിനക്ക് അതിൽ ഒരുപാട് ഗുണമുണ്ട്. പക്ഷെ നീ എന്തിനാണ് ജുംകിയുടെ കേസ് അന്വേഷിച്ച് പിന്നാലെ പോകുന്നത്? ഇത് നിനക്കുള്ള ലാസ്റ്റ് വാർണിംഗ് ആണ് എന്ന് അയാള് പാണ്ഡെയോട് പറയുന്നു. പാണ്ഡെ തിരിച്ച് അയാളുടെ സ്റ്റേഷനിലോട്ട് എത്തിയപ്പോ അവിടെ ജുംകിയെ അന്ന് രാത്രി ബാസിയുടെ വീട്ടിൽ കൊണ്ടാക്കിയ ഓട്ടോറിക്ഷക്കാരൻ ഇരിക്കുന്നത് കാണുന്നു. അയാളുടെ ഫോൺ എടുത്ത് നോക്കിയപ്പോ അതിൽ എന്തോ സംശയം തോന്നിയിട്ട് ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റിൽ പോയിട്ട് മിസ്ഡ് കോൾസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ജുംകിയുടെ ഫോണാണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ അയാളെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തിട്ട് പാണ്ഡെ നേരെ പോയത് സീനിയർ ഓഫീസറിന്റെ അടുത്തേക്കായിരുന്നു. ഒരു റിക്ഷാക്കാരനെ കിട്ടിയിട്ടുണ്ട് സാറേ. അയാളാണ് ജുംകിയുടെ സ്ഥിരം ഓട്ടോറിക്ഷക്കാരൻ. അന്ന് രാത്രി ജുംകിയെ ബാസിയുടെ വീട്ടിൽ ഇറക്കി വിട്ടതും അയാളാണ്. രാത്രി ജുംകിയെ കൊണ്ടാക്കിയതിനു ശേഷം ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞ് അയാൾ തിരികെ വന്നു. അപ്പോ ആ വീട്ടിലെ ജോലിക്കാരൻ, അതായത് നമ്മുടെ സൈക്കോ, അവളുടെ ഫോണ് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളയാനായിട്ട് പറഞ്ഞു. പക്ഷെ അയാൾ ആ ഫോൺ കയ്യിൽ തന്നെ വെച്ചു. എന്നിട്ട് ജുംകി എവിടെയാണെന്ന് ചോദിച്ചാൽ അവളെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടു എന്നൊരു നുണ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. ആ സീനിയർ ഓഫീസർ കുമാർ എന്നു പേരുള്ള ഒരു പോലീസുകാരനെ വിളിച്ചിട്ട്, കുമാർ സാർ, ഇതാണ് പാണ്ഡെ. SI പാണ്ഡെയുടെ പേരിൽ ഒരു സസ്പെൻഷൻ ഓർഡർ ടൈപ്പ് ചെയ്ത് അയാളുടെ ഒരു സിഗ്നേച്ചർ വാങ്ങാനായിട്ട് പറഞ്ഞു. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ കേസിന്റെ പിന്നാലെ പോകണ്ട എന്ന്. അതുകൊണ്ട് നിനക്കിപ്പോ ഹാപ്പി ആയില്ലേ എന്ന് പറഞ്ഞിട്ട് പാണ്ഡെയ്ക്ക് സസ്പെൻഷൻ ഓർഡർ കൊടുക്കുന്നു. തന്റെ ജോലി പോയെങ്കിലും അന്ന് രാത്രി പാണ്ഡെ ബാസിയുടെ വീടിന്റെ മുന്നിൽ ഒളിഞ്ഞു നിന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. അന്ന് രാത്രി നമ്മുടെ സൈക്കോ നായകൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവന്റെ ബോസ് അവനെ മുകളിലത്തെ റൂമിലോട്ട് വിളിക്കുകയാണ്. അവൻ മുകളിൽ പോയി നോക്കുമ്പോൾ അവിടെ 2 ഫോറിൻ പെൺകുട്ടികൾ ഇരിക്കുന്നത് കാണുന്നു. അവിടെയുള്ള വീഡിയോ ടേപ്പ് ഓഫ് ആക്കിയിട്ട് അതിലെ കാസറ്റ് എടുത്ത് മാറ്റുകയാണ്. മറ്റൊരു ദിവസം പാണ്ഡെ കൂട്ടുകാരന്റെ കൂടെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അയാളുടെ സുഹൃത്ത് മെഡിക്കൽ കമ്പൗണ്ടറിനെ ചൂണ്ടിയിട്ട്, ഇയാളാണ് അന്ന് സാറിന്റെ മകളെ വേഗം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടെത്തിക്കാൻ സഹായിച്ചത്, ഇയാൾക്കാണ് നമ്മൾ നന്ദി പറയേണ്ടത് എന്ന് പാണ്ഡെയോട് പറഞ്ഞു. എന്നാൽ ഇയാളെ, അതായത് ആ മെഡിക്കൽ കമ്പൗണ്ടറിനെ ബാസിയുടെ വീടിന്റെ മുന്നിൽ വെച്ച് അന്ന് പാണ്ഡെ കണ്ടതുകൊണ്ട് ചെറിയൊരു സംശയം തോന്നുകയാണ്. അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും പണി കഴിഞ്ഞ് ഇറങ്ങിയ ആ കമ്പൗണ്ടറിനെ പാണ്ഡെയും സുഹൃത്തും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് അയാളോട്, നീയല്ലേ എന്റെ കുട്ടിയെ അന്ന് തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയവരിൽ ഒരാൾ, അന്ന് മാസ്ക് ഇട്ട് വന്ന അവൻ ആരായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അതിന് മറുപടി പറയാൻ അയാൾ തയ്യാറായില്ല. കൂടെയുള്ള ആ കൂട്ടുകാരൻ, അതായത് ആ ഓഫീസർ, അയാളുടെ ബെൽറ്റ് അഴിച്ചിട്ട് അയാളെ അറഞ്ചം പുറഞ്ചം തല്ലാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിൽ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് എത്തിയ പാണ്ഡെ അയാളുടെ പുതിയ ബോസിനെ പരിചയപ്പെടുകയാണ്. പാണ്ഡെ ആ പുതിയ ബോസിനോട്, സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരു കാറിൽ കയറി ആ മെഡിക്കൽ കമ്പൗണ്ടറിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ സ്ഥലത്തോട്ട് പോവുകയാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ പാണ്ഡെയുടെ ആ പഴയ ബോസ് ഉണ്ടല്ലോ, അയാള് ബാസിയെ ഫോൺ ചെയ്തിട്ട് കമ്പൗണ്ടറിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ വിവരങ്ങൾ നൽകുകയാണ്. ബാസി വേഗം ഹരിയാനയിലുള്ള കുറച്ച് ആൾക്കാരോട് ആ കമ്പൗണ്ടർ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ട് വേഗം നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവനെ കൊല്ലാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അവർ അങ്ങനെ വേഗം വണ്ടി എടുത്തിട്ട് ആളൊഴിഞ്ഞ ഒരു കോട്ടയ്ക്കടുത്ത് ഇറങ്ങിയിട്ട് നടന്ന് ഉള്ളിലോട്ട് പോയിട്ട് അവിടെ ചെയറിൽ കെട്ടിയിട്ട ആ കമ്പൗണ്ടറിനെ ഒരു ഇരുമ്പ് വടി ഉപയോഗിച്ച് തലക്കടിച്ച് കൊല്ലുകയാണ്. എന്നിട്ട് അയാളുടെ ബോഡി അവരുടെ വണ്ടിയിൽ കയറ്റിയിട്ട് അവിടെ നിന്നും പോകുന്നു. ഈ സമയം പാണ്ഡെയും ബോസും അവിടെ എത്തുന്നു. അവര് വന്ന് നോക്കുമ്പോൾ അയാളെ അവിടെ കാണാനില്ല. കൂടെയുള്ള ഓഫീസറിനെ വിളിച്ചപ്പോ അയാൾ വിശന്നിട്ട് പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയതാണ്. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. കമ്പൗണ്ടർ എവിടെ പോയെന്ന് പാണ്ഡെ ചോദിച്ചപ്പോ അയാളെ അവിടെയാണല്ലോ കെട്ടിയിട്ടത്, അയാൾ അവിടെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നോക്കുമ്പോൾ അയാളെ അവിടെ കാണാനില്ല. സോറി സാർ, എനിക്ക് വിശന്നപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് അയാൾ പാണ്ഡെയോട് പറഞ്ഞു. സാരമില്ലേ, ഓട്ടോറിക്ഷക്കാരന്റെ സാക്ഷ്യപത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്, ഉടനെ തന്നെ ഈ കേസിന്റെ പ്രൈം സസ്പെക്റ്റിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ആ സൈക്കോ നായകനെ അറസ്റ്റ് ചെയ്യണമെന്ന് ബോസ് പാണ്ഡെയോട് പറയുകയാണ്. അങ്ങനെ അന്ന് വൈകിട്ട് അവർ നമ്മുടെ സൈക്കോ നായകനെ കസ്റ്റഡിയിലെടുത്തിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്. എന്താ സാർ ഇത്, എനിക്ക് വേഗം വീട്ടിൽ പോകണം, എന്റെ പ്രോഗ്രാം, അതായത് റിയാലിറ്റി ഷോ തുടങ്ങാൻ സമയമായി, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്നുള്ളത് വേഗം ചോദിച്ചിട്ട് എന്നെ വേഗം വിടണമെന്ന് അവൻ പാണ്ഡെയോട് പറയുകയാണ്. ശരി, ഞങ്ങൾ നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അതെല്ലാം ഈ വീഡിയോ ക്യാമറയിൽ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. നിനക്ക് ജുംകി ഘോഷ് എന്ന പെണ്ണിനെ കുറിച്ച് അറിയാമോ എന്ന് പാണ്ഡെ അവനോട് ചോദിക്കുകയാണ്. അവൾ ഇപ്പോ എവിടെയാണ്? നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ പറയേ എന്ന് പാണ്ഡെ പറഞ്ഞു. അവളെ എനിക്കറിയാം, അവൾ മരിച്ചുപോയില്ലേ? അല്ലല്ല, ഞാൻ അവളെ എന്റെ കൈ കൊണ്ട് കൊന്നുകളഞ്ഞു എന്ന് അവൻ പാണ്ഡെയോട് പറഞ്ഞു. ഇത് കേട്ട പാണ്ഡെയും ബോസും പരസ്പരം നോക്കി നിന്നു. നീ എന്തിനാണ് അവളെ കൊന്നത്? എന്തെങ്കിലും കാരണമില്ലാതെ വെറുതെ ഒരാളെ ആരെങ്കിലും കൊല്ലുമോ? പാണ്ഡെ ചോദിച്ചു. സാറേ, അത് പിന്നെ അവൾക്ക് മര്യാദ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ നോക്കൂ, ഞാൻ എന്ത് മര്യാദയോടെയാണ് സാറിനോട് സംസാരിക്കുന്നത് അല്ലേ? ഈ മര്യാദ പോലും അവൾക്കില്ല, അതുകൊണ്ട് ഞാൻ അവളെ കൊന്നുകളഞ്ഞു എന്ന് അവൻ പാണ്ഡെയോട് പറഞ്ഞു. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാമോ എന്ന് പാണ്ഡെ അവനോട് ചോദിച്ചു. ഓക്കെ സർ, ഞാൻ പറയാം. അന്ന് രാത്രി ബാപ്പുജി, അതായത് ബാസി മുതലാളി വീട്ടിലുണ്ടായിരുന്നില്ല.
ഒരു കസ്റ്റമർ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി. കസ്റ്റമർ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നീ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയെന്ന് ഞാൻ അവളോട് പറഞ്ഞു. പക്ഷെ അവൾക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. എനിക്ക് അതിലൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാനായിട്ട് തുടങ്ങി. ഞാൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. എന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. നീ ബാപ്പുജിയുടെ ഒരു സെറ്റിംഗ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ അതെനിക്ക് പ്രശ്നമേ അല്ല. ഞാനുമായിട്ട് നിനക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യവും എനിക്കറിയാം. പക്ഷേ ഇതൊക്കെ പറഞ്ഞപ്പോ അവൾ എന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ് സാറേ. പക്ഷെ ഞാനും വെറുതെ വിട്ടില്ല. നീ ഒരു പോക്ക് കേസല്ലേ, നിന്റെ അച്ഛന്റെ വേലക്കാരനൊന്നും അല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ ഞാൻ അവൾക്ക് കൊടുത്തു. വെറുതെ വേണ്ട, പൈസയ്ക്ക് ചെയ്താൽ മതിയെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അപ്പോ അവള് പറയുവാണേ, ഈ നക്കാപ്പിച്ച പൈസയ്ക്ക് നീ തന്നെ നിന്നെ സ്വയം ചെയ്തോ എന്ന് അവള് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്റെ മാമൻ പണ്ട് എന്നെ ചെയ്തത് എന്താണെന്ന് സാറിന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് അവന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. 1983 അവന്റെ കുട്ടിക്കാലത്ത് അവന്റെ മാമൻ അവനെ ഒരു റൂമിൽ അടച്ചിട്ടിട്ട് സ്ഥിരമായിട്ട് പീഡിപ്പിക്കുമായിരുന്നു. ഇവന്റെ മാമന് കശാപ്പായിരുന്നു ജോലി. ഒരു ദിവസം കടയടച്ച് അയാൾ അവന്റെ അടുത്ത് ചെന്നിട്ട് അവനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വേദന കാരണം അവൻ അവിടെ ഇറച്ചി വെട്ടാൻ വെച്ചിരുന്ന ഒരു കത്തിയെടുത്തിട്ട് അയാളുടെ തൊടയിൽ വെട്ടുകയാണ്. താഴെ വീണ അയാളെ അവൻ വെട്ടിക്കൊന്നിട്ട് അയാളുടെ ദേഷ്യം തീർക്കുന്നു. അവൻ ഈ കാര്യം പോലീസുകാരോട് പറയുകയാണ്. മാമനെ ഞാൻ കണ്ടം തുണ്ടമാക്കി വെട്ടിയിട്ട് അവിടെയുള്ള പട്ടികൾക്ക് ഇട്ടുകൊടുത്തു. കുറച്ച് ഞാനും കറി വെച്ച് കഴിച്ചു. ഇത് കേട്ട പാണ്ഡെയും ബോസും ഭയത്തോടെ അവനെ നോക്കി. പിന്നെ അവൻ ജുംകിയെ എങ്ങനെയാണ് കൊന്നതെന്ന് അവരോട് വിവരിക്കുകയാണ്. അവളുടെ ശരീരത്തെ കഷ്ണം കഷ്ണമാക്കി മുറിച്ച് അതിനെ കത്തിച്ചു കളഞ്ഞു. അവിടെ മിസ്സിംഗ് ആയിട്ടുള്ള മറ്റ് കുട്ടികളെയും നീയാണോ കൊന്നത് എന്ന് പാണ്ഡെ അവനോട് ചോദിച്ചു. അതുപിന്നെ സാറേ, മാമനെ കൊന്ന് ഇറച്ചി കഴിച്ചപ്പോൾ മുതല് മനുഷ്യമാംസത്തിന്റെ രുചി എനിക്ക് വളരെ ഇഷ്ടമായി. അതിനുശേഷം 2-3 മാസം കൂടുമ്പോ അത് എനിക്ക് കഴിക്കണമെന്ന് തോന്നും. പിന്നെ ഞാൻ ആ ശീലം ഒഴിവാക്കാൻ ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ടായില്ല. അവൻ പറയുകയാണ്. അപ്പോൾ ആ മിസ്സിംഗ് ആയിട്ടുള്ള എല്ലാ കുട്ടികളെയും നീ കൊന്നു തിന്നു എന്നാണോ പറയുന്നത് എന്ന് പാണ്ഡെ അവനോട് ചോദിക്കുകയാണ്. എല്ലാവരെയും അല്ല, എന്റെ കണക്കിൽ ഏകദേശം 25 പേരെങ്കിലും കാണും. ഇത് കേട്ട് പാണ്ഡെ അവനോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്തിനാണ് ആ പാവം കുട്ടികളെ കൊന്നത്? പാണ്ഡെ ചോദിച്ചു. സാറേ, അവര് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അവരെയൊക്കെ ആർക്കാണ് അറിയാവുന്നത്? അവർ പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആകാൻ പോകുന്നില്ല. അവര് വെറും പാഴ്ജന്മങ്ങളാണ്. പക്ഷേ അവരുടെ അവയവങ്ങൾക്ക് നല്ല വിലയുണ്ട്. അതെടുത്ത് വിൽക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? അവൻ പാണ്ഡെയോട് പറഞ്ഞു. നിന്റെ ബോസ് ബാസിക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് പാണ്ഡെ ചോദിച്ചപ്പോ ആ ചോദ്യം വേണ്ട, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാനായിട്ട് അവൻ പാണ്ഡെയോട് പറഞ്ഞു. ബാസി മുതലാളി അവനെ രക്ഷിക്കും എന്ന ധൈര്യത്തിലാണ് അവൻ ഇത്രയും പറഞ്ഞത്. പക്ഷേ പോലീസുകാർ അവനെ പിടിച്ച് ജയിലിടുന്നു. അടുത്ത ദിവസം അവനെ കൊണ്ടുപോയിട്ട് ജുംകിയെ കുഴിച്ചിട്ട സ്ഥലം കാണിക്കാനായിട്ട് പറയുകയാണ്. അവൻ പോലീസിനോട് എന്റെ കെട്ടഴിച്ചു വിട് സാറേ, എവിടെയാണ് ജുംകിയെ കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് എനിക്കല്ലേ അറിയുള്ളൂ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മൺവെട്ടി വാങ്ങിയിട്ട് അവിടെ മണ്ണ് കുഴിച്ചെടുക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നും ഒരു തലയോട്ടി കിട്ടുന്നു. ഈ സമയം പുറത്ത് വേസ്റ്റ് കനാലിൽ മറ്റു പോലീസുകാർ തിരഞ്ഞു നോക്കുമ്പോൾ അവിടെ നിന്നും ഒരുപാട് കത്തിക്കരിഞ്ഞ ശരീരഭാഗങ്ങൾ കിട്ടുന്നു. അങ്ങനെ പാണ്ഡ്യയും മറ്റു ഓഫീസർമാരും ചേർന്നിട്ട് ഈ കേസ് ക്ലോസ് ചെയ്യുകയാണ്. സൈക്കോ ആയ നായകനെ അവർ കസ്റ്റഡിയിലെടുക്കുന്നു. പാണ്ഡെ ബാസി ബംഗ്ലാവിൽ ചെന്നിട്ട് അവൻ ആ കൊലപാതകം നടത്തിയ മുറിയും ടോയ്ലറ്റും എല്ലാം പരിശോധിച്ച് നോക്കുകയാണ്. ഏറെ വൈകാതെ ബാസി മുതലാളിയെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തു. ചാർജ് എടുക്കാനായിട്ട് വന്ന പുതിയ ബോസിന് പെർമനന്റ് ആയിട്ടുള്ള പോസ്റ്റും കിട്ടുന്നു. അങ്ങനെ ഒരു ദിവസം പാണ്ഡെ കസ്റ്റഡിയിലുള്ള സൈക്കോയെ കാണാനായിട്ട് വരികയാണ്. അവനോട് സുഖം തന്നെയല്ലേ, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സാറേ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു എന്ന് അവൻ മറുപടി പറയുകയാണ്. നിന്റെ വീട്ടിലോട്ട് നീ വിളിച്ചായിരുന്നോ? അവരുമായിട്ട് നിനക്ക് സംസാരിക്കാൻ തോന്നുന്നില്ലേ എന്ന് പാണ്ഡെ അവനോട് ചോദിച്ചു. സാറേ, ഗ്രാമത്തിൽ ശക്തമായ ഒരു കാറ്റടിച്ചിട്ട് ടവറൊക്കെ കേടായെന്ന് അറിഞ്ഞു. അതുകൊണ്ട് അവരെ വിളിച്ചാൽ സിഗ്നൽ കിട്ടില്ല എന്ന് അവൻ പാണ്ഡെയോട് പറയുകയാണ്. അത് ശരി, നീ ഓർഗൻ ട്രേഡിംഗിൽ സമ്പാദിച്ച പണം എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് പാണ്ഡെജി അവനോട് ചോദിക്കുകയാണ്. അതും ഗ്രാമത്തിലോട്ടാണോ അയച്ചത് എന്ന് പാണ്ഡെ അവനോട് ചോദിച്ചപ്പോ ഗ്രാമത്തിലേക്ക് കൊറിയറായിട്ട് ഞാൻ അയക്കുമായിരുന്നു. ചോട്ടാലാൽ, അതായത് ആ മെഡിക്കൽ കമ്പൗണ്ടറില്ലേ, അയാള് അവന് സഹായിക്കുമെന്ന് അവൻ പാണ്ഡെയോട് പറഞ്ഞു. അപ്പോൾ പാണ്ഡെ ഒരു കാര്യം അവനോട് പറയുകയാണ്. ഈ ചോട്ടാലാൽ എന്ന് പറയുന്ന അയാളെ ഞങ്ങൾ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു, എന്നാൽ ഇപ്പോൾ അവനെ കാണാനില്ല. നിന്റെ പണം ഗ്രാമത്തിലോട്ട് പോയിട്ടില്ല എന്ന് പാണ്ഡെ അവനോട് പറയുകയാണ്. എന്താ സാറേ, ചുമ്മാ കള്ളം പറയുകയാണോ? ഇതെല്ലാം പോലീസ് എന്നെ പറ്റിക്കാൻ നടത്തുന്ന നാടകങ്ങളല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് അവൻ അവിടെ ഇരുന്ന് ദേഷ്യപ്പെടുകയാണ്. സാറേ, എന്നെ വേഗം അഴിച്ചുവിട്, എനിക്ക് വീട്ടിലോട്ട് പോകണമെന്ന് അവൻ പറഞ്ഞു. നിന്റെ അച്ഛൻ വിചാരിച്ച പോലും നിനക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ബാസി സാർ എന്നെ സഹായിക്കുമെന്ന് അവൻ പാണ്ഡെയോട് പറഞ്ഞപ്പോ അയാളെ ഞങ്ങൾ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തു. അവൻ എല്ലാ കുറ്റവും നിന്റെ തലയിലാക്കിയിട്ട് അവൻ സേഫായി എന്ന് പാണ്ഡെ അവനോട് പറഞ്ഞു. അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും, നീയാണ് ശരിക്കും കുടുങ്ങാൻ പോകുന്നത് എന്ന് പാണ്ഡെജി അവനോട് പറഞ്ഞു. ബാപ്പുജിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ഇപ്പോഴെങ്കിലും നീ സമ്മതിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പാണ്ഡെജി അവനോട് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പാണ്ഡെ സൈക്കോയുടെ നാട്ടിലോട്ട് പോവുകയാണ്. അവിടെ അവന്റെ വീട്ടിൽ ചെന്നിട്ട് അവന്റെ ഭാര്യയോട് സംസാരിക്കുന്നു. അവന്റെ ഭാര്യ അലമാര തുറന്നിട്ട് അതിൽ നിന്നും ഒരു കാസറ്റ് എടുത്ത് പാണ്ഡെക്ക് കൊടുക്കുന്നു. പാണ്ഡെജി ആ കാസറ്റ് ലാപ്ടോപ്പിലിട്ടിട്ട് പ്ലേ ചെയ്തപ്പോൾ വളരെ പേടിപ്പിക്കുന്ന
ഭീകരമായ കാഴ്ചയാണ് അതിൽ കണ്ടത്. ഏതോ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊല്ലുന്നതിന്റെ ദൃശ്യമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ സൈക്കോയുടെ ഭാര്യ പാണ്ഡ്യയുടെ അടുത്ത് വന്നിട്ട് നാട്ടിൽ എന്റെ ഭർത്താവിനെ കുറിച്ച് എന്തൊക്കെയോ മോശമായ കാര്യങ്ങൾ പറയുന്നത് കേട്ടു, അത് സത്യമാണോ എന്ന് ചോദിച്ചപ്പോ പാണ്ഡേജി ഒന്നും പറയാതെ അവിടെ നിന്നും പോകുന്നു. തിരിച്ചു പോകാനായിട്ട് വണ്ടി കാത്തു നിൽക്കുന്നതിനിടയിൽ അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നു. പാണ്ഡേജി കൈ കാണിച്ച് ആ വണ്ടിയിലോട്ട് കയറി. അങ്ങനെ പാണ്ഡേജി ആ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അന്ന് മെഡിക്കൽ കമ്പൗണ്ടറിനെ കൊന്ന ആ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഡ്രൈവർ, ഞങ്ങൾ 2-3 മണിക്കൂറായിട്ട് ഇതേ സ്ഥലത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സാറിന് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു അഡ്രസ്സ് തരാം, അത് എവിടെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് പറയുമോ എന്ന് പറയുന്നു. അങ്ങനെ ബാക്കിലുള്ള ഒരാള് പാണ്ഡേക്ക് ഒരു പേപ്പർ കഷ്ണം കൊടുക്കുകയാണ്. അത് തുറന്നു നോക്കിയ പാണ്ഡെ ഞെട്ടുന്നു. ഇത് പാണ്ഡ്യയുടെ തന്നെ ഫോട്ടോയായിരുന്നു. തന്നെ കൊല്ലാനായി വന്നവരാണ് ഇവർ എന്ന് പാണ്ഡേജിക്ക് മനസ്സിലായി. വേഗം തന്നെ പിന്നിലിരുന്നവർ പാണ്ഡ്യയുടെ കഴുത്തിൽ കയറി പിടിക്കുന്നു. എന്നിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് പാണ്ഡ്യയുടെ നെഞ്ചിലും വയറിലുമായിട്ട് കുത്തുകയാണ്. ഒരു കത്തിയെടുത്ത് പാണ്ഡ്യയുടെ കഴുത്ത് വെട്ടുന്നു. ആ കാറിലിരുന്ന് പാണ്ഡെ മരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ആ കാസറ്റ് എടുത്ത് അവർ റോഡിലോട്ട് വലിച്ചെറിയുന്നു. ബാസി മുതലാളിക്ക് ജാമ്യം കിട്ടി, അയാൾ ജയിൽ മോചിതനായി. ഇപ്പോ ആ പോലീസ് സ്റ്റേഷനിൽ പാണ്ഡ്യയുടെ കൂട്ടുകാരനായ ആ ഓഫീസറാണ് ഇപ്പോഴത്തെ സബ് ഇൻസ്പെക്ടർ. കൂടിയുള്ള പോലീസുകാരനോട് ചായ വാങ്ങാൻ പറഞ്ഞിട്ട് അയാൾ ആ നോട്ടീസ് ബോർഡിന്റെ അടുത്തൂടെ കടന്നു പോകുമ്പോൾ അതിൽ പാണ്ഡേജി മിസ്സിംഗ് ആണെന്നുള്ള ഒരു ഫോട്ടോ കാണിക്കുന്നു. അങ്ങനെ സിനിമ അവസാനിക്കുകയാണ്. സോ സെക്ടർ 36 എന്ന മൂവി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഈ മൂവി അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ് ഹാർട്ട് ആയിട്ടുള്ളവർക്ക് ഈ മൂവി ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി നിങ്ങളൊന്ന് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു മൂവിയുടെ വിവരണവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.